സോ മൂവിങ് ഓൺ ടു ദി നെക്സ്റ്റ് ടോപ്പിക്. നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഔട്ട് സോഴ്സിംഗ് ആണ്. ഓക്കെ, അപ്പോൾ ഔട്ട് സോഴ്സിംഗ് എന്ന് പറയുന്നത് എന്താ, നമുക്ക് ആ ഒരു പേരിൽ തന്നെ ഉണ്ടല്ലേ, ഔട്ട് സോഴ്സിങ്. ലൈക്ക് പുറത്തോട്ട് എന്തോ നമ്മൾ ഏൽപ്പിക്കുക. അപ്പോൾ പുറത്തോട്ട് എന്ത് ഏൽപ്പിക്കുക, അതായത് ലോജിസ്റ്റിക്സോ അല്ലെങ്കിൽ സപ്ലൈ ചെയിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് എന്താണ് നമ്മൾ പുറത്തോട്ട് ഏൽപ്പിക്കുന്നത്. അപ്പോൾ ഔട്ട് സോഴ്സിങ് ഇൻ ലോജിസ്റ്റിക്സ് ഇൻ സിമ്പിൾ വേർഡ്സ് നമുക്ക് പറയുവാണെങ്കിൽ ഇറ്റ് ഈസ് വെൻ എ കമ്പനി യൂസേഴ്സ് ആൻ എക്സ്റ്റേണൽ പ്രൊവൈഡർ. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഡേ ടു ഡേ ആയിട്ടുള്ള ആക്ടിവിറ്റീസും ബാക്കിയുള്ള ഫോളോ അപ്സും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് നമ്മൾ വേറെ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു ഏജൻറ്റിനെ നമ്മൾ നമ്മുടെ വർക്ക് ഏറ്റെടുത്ത് ചെയ്യാൻ കൊടുക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഔട്ട് സോഴ്സിങ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾക്കറിയാം നമ്മളുടെ ഇന്ത്യൻസിനെയാണ് ഏറ്റവും കൂടുതൽ IT സെക്ടേഴ്സിലോട്ടൊക്കെ പുറത്തുനിന്നുള്ള MNCs ഒക്കെ ഔട്ട് സോഴ്സ് ചെയ്യുന്നത്. അതേപോലെ നമ്മളെല്ലാവരും ഇപ്പോൾ പുറത്തോട്ടൊക്കെ പോകാൻ ശ്രമിക്കുന്നുണ്ട് അല്ലേ, എന്താ ഫോർ എ ബെറ്റർ ക്വാളിറ്റി അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് അല്ലെങ്കിൽ ബെറ്റർ ഗ്രോത്ത്, എംപ്ലോയ്മെൻറ്റ്, അതൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് നമ്മൾ ഇവിടെ നിന്ന് പോകുന്നത്. ആ ഒരു പ്രോസസ്സിനെ നമ്മൾ ബ്രെയിൻ ഡ്രെയിൻ എന്നൊക്കെ പറയും. ഓക്കെ, ഇൻ്റർനാഷണൽ ബിസിനസ്സിലൊക്കെ വെച്ച് പറയുമ്പോൾ ബ്രെയിൻ ഡ്രെയിൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് അതിനെ പറയുന്നത്. അപ്പോൾ ഇന്ന സെൻസ് അതും ഔട്ട് സോഴ്സിങ് ആണല്ലേ. ഇത് നമ്മൾ പുറത്തുനിന്ന് ലൈക്ക് വേറെ ഒരു ഹോം കൺട്രിയിലോട്ട് വേറെ ഹോസ്റ്റ് കൺട്രിയിൽ നിന്നൊക്കെ നമ്മൾ ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുന്നതൊക്കെ ചെറിയ രീതിയിലൊരു ഔട്ട് സോഴ്സിങ് ആണ് ഇന്ന സെൻസ്. ലൈക്ക് നമ്മൾ ആ ഒരു ബോർഡ് കഴിഞ്ഞിട്ടാണല്ലോ ഇവൻ ഗുഡ്സും സർവീസും മാത്രമല്ല നമ്മൾ പീപ്പിൾസിനെയും അങ്ങോട്ടും ഇങ്ങോട്ടും ട്രേഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ലൊജിസ്റ്റിക്സിൽ പറയുമ്പോൾ നമുക്കറിയാം ലൊജിസ്റ്റിക്സ് അല്ലെങ്കിൽ സപ്ലൈ ചെയിൻ ആ ഒരു ടേം എടുത്ത് നോക്കാം അല്ലേ. നമുക്ക് സപ്ലൈ ചെയിൻ എന്ന് പറയുമ്പോൾ അതിൽ വലിയൊരു കോംപ്ലക്സ് ആയിട്ടുള്ള ഇത്രയും വലിയൊരു ആക്ടിവിറ്റീസിനെ ഒരാൾക്ക് ഒറ്റയടിക്ക് നിന്നുകൊണ്ട് എല്ലാം കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റില്ലെന്നല്ല, അത് ബുദ്ധിമുട്ടായി മാറും. ബുദ്ധിമുട്ടെന്ന് പറയുമ്പോൾ നമ്മൾക്ക് ടൈം കൺസ്യൂമിങ് ആണ്. ഒപ്പം തന്നെ ഈ പറഞ്ഞ പോലെ ഒത്തിരി എന്താ പറയുക കെയർഫുൾനെസ്സും അല്ലെങ്കിൽ എന്താ പറയുക ഒത്തിരി നമ്മൾ ഔട്ട്പുട്ട് കൊടുക്കേണ്ട ഒരു കാര്യമാണ് അല്ലേ. ഒരു അശ്രദ്ധ കൊണ്ട് മാത്രം ഒരു ഫോർ എക്സാമ്പിൾ ഒരു ഏരിയയിൽ നമ്മൾ ചെറിയൊരു അശ്രദ്ധ കൊണ്ട് എന്തെങ്കിലും ഒരു പിഴവ് പറ്റിയാൽ ബാക്കിയുള്ള എല്ലാ ഏരിയാസ് അല്ലെങ്കിൽ ബാക്കി എല്ലാ ലെവൽസിനെയും അത് എഫക്റ്റ് ചെയ്യും അല്ലേ. അപ്പോൾ നമ്മൾ അത്രയും അറ്റ്മോസ്റ്റ് കെയർ കൊടുത്തുകൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മളുടെ കയ്യിൽ ഒതുങ്ങുന്നില്ല എന്ന് കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഈ പറയുന്ന അത് ചെയ്യാൻ ക്യാപ്പബിൾ ആയിട്ടുള്ള കൈൻഡ്സ് ഓഫ് ഏജൻസി അല്ലെങ്കിൽ പറയുന്ന അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ നമ്മളത് ഔട്ട് സോഴ്സ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഔട്ട് സോഴ്സിങ്ങിനെ നമുക്ക് വേറൊരു ടേം വെച്ചും വിളിക്കാം. ദാറ്റ് ഈസ് ഏലിയാസ് അല്ലെങ്കിൽ വേറെ പേരാണ്. ദാറ്റ് ഈസ് 3PL, ദാറ്റ് ഈസ് തേർഡ് പാർട്ടി ലോജിസ്റ്റിക്സ്. ഓക്കെ, ഇപ്പം നമ്മൾക്ക് നമ്മുടെ ബയ്യറുണ്ട് അല്ലെങ്കിൽ സെല്ലറുണ്ട്. ഇൻ ബിറ്റ്വീൻ ഈ ബയ്യർ ആൻഡ് സെല്ലറിൻ്റെ ആ ഒരു എന്താ പറയുക അവരുടെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ അവർ തമ്മിലുള്ള എന്താണോ ഡീൽ അല്ലെങ്കിൽ കോൺട്രാക്ട് അത് അതേ രീതിയിൽ ലൈക്ക് ഇൻ ദ കറക്റ്റ് ടൈം നമ്മൾ 7 hours ഒക്കെ പഠിച്ചല്ലേ, അത് റൈറ്റ് ടൈം അറ്റ് ദ റൈറ്റ് ക്വാളിറ്റി ഒക്കെ. അപ്പോൾ അതെല്ലാം ഒത്തിണക്കിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി ഇൻ ബിറ്റ്വീൻ നിന്ന് ശ്രമിക്കുന്ന ഒരാൾക്കാർ അല്ലെങ്കിൽ നമ്മൾ ഓരോ ഏജൻസിയും കാര്യങ്ങൾ നമ്മൾ 3PL അല്ലെങ്കിൽ തേർഡ് പാർട്ടി ലോജിസ്റ്റിക്സ് എന്ന് പറയും. അപ്പോൾ 3PL തൊട്ട് അങ്ങോട്ട് നമുക്ക് 6PL 7PL വരെയൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ 4PL 5PL 6PL എന്താക്കുന്നത് നമുക്ക് ഇനി ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് ഈ ഔട്ട് സോഴ്സിങ് ചെയ്യുന്നത് അല്ലേ. ഇപ്പോൾ നമുക്കറിയാം ഓരോ വിഭാഗങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ ഏറ്റെടുത്ത് ചെയ്യാൻ ഓരോരുത്തരുണ്ട്, കഴിവുള്ളവർ ഉണ്ട്. അപ്പോൾ നമ്മൾ അവർക്കത് ഏൽപ്പിച്ച് കൊടുക്കുകയാണ് ഇൻ എ സെൻസ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് കൂടി എന്താ ഒരു കമ്പനിയുടെ മെയിൻ ഫോക്കസ് എന്താണോ അവർക്ക് അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക അല്ലേ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്തെങ്കിലും ഒരു മരുന്ന് ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനിയാണ് അല്ലെങ്കിൽ അവർക്കൊരു റിസർച്ച് അല്ലെങ്കിൽ ഒരു ഫോക്കസ് ചെയ്തിട്ട് വേണം ആ മരുന്ന് ലൈക്ക് അവർക്ക് അത് പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പോൾ അവർക്ക് ആ ഒരു ഇത് മാത്രമേ ഫോക്കസ് ചെയ്യാം. ബാക്കി അതിൻ്റെ പ്രൊഡക്ഷൻ, മാനേജിങ്, അതിൻ്റെ മാനുഫാക്ചറിങ്, പിന്നെ പോകുന്ന ബാക്കി പാക്കിംഗ്, ദെൻ ഡിസ്ട്രിബ്യൂഷൻ, അതൊക്കെ നമ്മൾ വേറെ ആൾക്കാർക്ക് സെപ്പറേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു R&D എന്ന് പറഞ്ഞ കൺസെപ്റ്റിൽ മാത്രം ഫോക്കസ് ചെയ്യാം. പുതിയതായിട്ടുള്ള മരുന്നുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും അതിൽ വരുന്ന എഡിഷൻസ് ഒക്കെ അവർക്ക് അതിൽ ഫോക്കസ് ചെയ്യാം. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് കാര്യങ്ങൾ മിക്സൊക്കെ അവർക്ക് അതിൽ മാത്രം അവരുടെ ഫോക്കസ് പോയാൽ മതി. അപ്പോൾ ഒരു കമ്പനി അതിൻ്റെ കോർ എന്താണോ അല്ലെങ്കിൽ അവരുടെ മെയിൻ സ്ട്രെങ്ത് എന്താണോ അതിൽ മാത്രം നമുക്ക് ഫോക്കസ് ചെയ്യാം അല്ലേ. കാര്യം നമ്മൾ ബാക്കി എല്ലാത്തിലോട്ട് ശ്രദ്ധ അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ വെൻ വി ഡിസ്ട്രിബ്യൂട്ട് ദ കോൺസെൻട്രേഷൻ അല്ലേ, അല്ലെങ്കിൽ നമ്മുടെ ബാക്കി കഴിവും സ്കില്ലും ടൈമും ഒക്കെ നമ്മൾ ഈ ബാക്കിയുള്ള റെലംസിലോട്ടൊക്കെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ നമ്മുടെ കോർ എലിമെൻ്റ് അവിടെ ചിലപ്പോൾ നഷ്ടമായി പോകും. അപ്പോൾ അതില്ലാതിരിക്കാൻ നമ്മൾ ഈ പറയുന്ന പോലെ നമ്മളുടെ സ്ട്രെങ്ത് അല്ലെങ്കിൽ നമ്മുടെ കോർ ഏരിയ എന്താണോ അതിൽ ഫോക്കസ് ചെയ്യാം. എന്നിട്ട് ബാക്കിയുള്ള ഏരിയാസ് ഈ പറഞ്ഞത് നമ്മൾക്ക് ഔട്ട് സോഴ്സ് ചെയ്യാം. ഓക്കെ, പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് ഇങ്ങനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നതോടുകൂടിയുള്ള ഒരു
അടുത്ത ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മുടെ വർക്ക് ലോഡ് ഇൻ എ സെൻസ് അത് കുറയുക അല്ലേ ചെയ്യുന്നത്. നമുക്കറിയാം എത്രയാണ് എൻ്റെ ബൗണ്ടറി, അല്ലെങ്കിൽ ഇത്രയും ഞാൻ ചെയ്താൽ മതി, ബാക്കി വരുന്നത് അടുത്ത ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ അടുത്ത ആളായിരിക്കും ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ ആ ഒരു വർക്ക് ലോഡ് അല്ലെങ്കിൽ ബേർഡൻ എന്ന് പറയുന്നത് കുറയും. ഒപ്പം തന്നെ അത് ദ ഹോൾ പ്രോസസ്സ് നമ്മൾ ആ തുടക്കം തൊട്ടുള്ള പ്രോസസ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ അത് ഫാസ്റ്റർ ആക്കും. ലൈക്ക് ഒന്ന് കഴിഞ്ഞാൽ അടുത്തയിലോട്ട് മൂവ് ചെയ്യും. അങ്ങനെ ആ ഒരു ഫോളോ അപ്പ് പോലെ ഇങ്ങനെ ആ ഒരു പ്രോസസ്സ് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇത് രണ്ടുമാണ് അതിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. 3PL എന്ന് പറയുമ്പോൾ നമ്മൾ പല ഏരിയാസിലോട്ടൊക്കെ നമ്മുടെ വർക്ക് 1-2 കൂടുതൽ ലെവൽസിലോട്ടൊക്കെ നമ്മുടെ വർക്ക് റിസോർട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഔട്ട്സോഴ്സ് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ അതിനെ പറയും. എന്നാൽ മൊത്തത്തിൽ ആ ഒരു പുറത്തോട്ട് നമ്മൾ എങ്ങനെ റിസോർട്ട് ചെയ്താലും അതിന് നമ്മൾ തേർഡ് പാർട്ടി എന്നും പറയും. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് അതിൻ്റെ ലെവൽസ് നോക്കാം. അപ്പോൾ 1PL അല്ലെങ്കിൽ ഫസ്റ്റ് PL എന്ന് പറയുമ്പോൾ എന്താ, ജസ്റ്റ് ഒരു അവിടെ നമ്മുടെ സെല്ലർ ഉണ്ടാവും, അതേപോലെ ബയർ ഉണ്ടാവും. ഡയറക്റ്റ് ആയിരിക്കും ഡീലിങ്. ഇദ്ദേഹം തന്നെ ഇദ്ദേഹത്തിൻ്റെ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത് അതിനെ പാക്ക് ചെയ്ത് അതിൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്ത് ഡെലിവറി ഈ ബയർക്ക് ഡയറക്റ്റ് ആയിരിക്കും. ഇവർ തമ്മിലുള്ള ഡീലിങ്സ് ഡയറക്റ്റ് ആണ്. ഇൻ ബിറ്റ്വീൻ ഈ പറയുന്ന ഒരു തേർഡ് പാർട്ടിയുടെ അല്ലെങ്കിൽ വേറൊരു ഔട്ട്സോഴ്സ് ചെയ്ത് കൊടുക്കേണ്ടത്തക്കതായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. അത് കൂടുതലും നമ്മൾക്ക് നമ്മുടെ ഡൊമസ്റ്റിക് ഏരിയ അല്ലെങ്കിൽ ലോക്കൽ സെറ്റപ്സിലേക്ക് ഇത് വർക്കൗട്ട് ആവും അല്ലേ. നമുക്കൊരു സാധനം ഒന്നുമില്ല, നമ്മളൊരു സാധനം നമ്മളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരാൾക്ക് സെല്ല് ചെയ്യുകയാണ്, അല്ലെങ്കിൽ നമുക്കൊരു ബയ്യർ ഉണ്ട്. ഈ ചില ഫുഡ് പ്രോഡക്ട്സ് ഒക്കെ നമ്മൾ വീട്ടിലായിട്ട് തന്നെ ഉണ്ടാക്കുന്ന പറയുമ്പോൾ നമ്മുടെ പലഹാരങ്ങളൊക്കെ നമ്മൾ ഡയറക്റ്റ് കൊണ്ടുപോയി സെല്ല് ചെയ്യുന്നതാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന കമ്മോഡിറ്റി നമ്മുടെ അടുക്കള തോട്ടത്തിലൊക്കെ വളരുന്ന നമ്മളുടേതായിട്ടുള്ള പ്ലാന്റ്സ് അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള വെജിറ്റബിൾസ് ഒക്കെ ഡയറക്റ്റ് പറിച്ച് ഡയറക്റ്റ് നമ്മൾ തന്നെ സെല്ല് ചെയ്യുന്ന ഓക്കെ അങ്ങനത്തെ വരുന്ന മെത്തേഡ്സൊക്കെ നമുക്കൊരു ഫസ്റ്റ് PL അല്ലെങ്കിൽ 1PL എന്ന് പറഞ്ഞ രീതിയിലോട്ട് ഒതുക്കാം. പിന്നെ നമ്മൾക്ക് വരുന്നതാണ് 2PL. ഓക്കെ, 2PL എന്ന് പറയുമ്പോൾ എന്താ, നമുക്ക് 2PL എന്ന് പറയുമ്പോൾ അവിടെ പ്രോബബ്ലി നമ്മൾക്ക് ഒരു സെപ്പറേറ്റ് ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറഞ്ഞൊരു എലിമെൻറ്റ്, ഏതെങ്കിലും ഒരു എലിമെൻറ്റ് ദാറ്റ് ഈസ് ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറഞ്ഞ എലിമെൻറ്റ് കയറി വരും. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഒരു സെല്ലർ ഉണ്ട്, ഇവിടെ ഒരു ബയ്യർ ഉണ്ടെന്ന് വെച്ചോ. നേരത്തെ കേസിൽ ഇവിടെ തമ്മിൽ ഡയറക്റ്റാണ് ഡീലിങ്, പക്ഷേ ഇവിടെ പകരം ട്രാൻസ്പോർട്ടേഷൻ അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള ലിങ്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒന്നില്ലെങ്കിൽ ആ ഗുഡ്സ് ഒന്ന് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അഡീഷണലി ഒരു ട്രാൻസ്പോർട്ടേഷൻ കമ്പനിയോ അല്ലെങ്കിൽ ഒരു ഫ്രൈറ്റ് ഫോർവാർഡറോ ഒക്കെ നമ്മൾ ഏൽപ്പിക്കും. നമ്മൾക്ക് വേണ്ടി അവരായിരിക്കും നമ്മളുടെ ഗുഡ്സോ നമ്മുടെ സർവീസസ് അവരുടേതായിട്ടുള്ള അവർ അറേഞ്ച് ചെയ്യുന്ന വാഹനങ്ങളിലോ അല്ലെങ്കിൽ അവരുടെ സർവീസിൽ അവരുടെ പരിധിയിൽ വരുന്ന സർവീസിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് എത്തിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അതിന് നമ്മൾ 2PL എന്ന് പറയും. നമ്മളുടെ ഈ 2PL സംബന്ധിച്ചിടത്തോളം ഇതാണ് ആക്ച്വലി മാൻ ഇൻ വാൻ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റിലോട്ട് കൊണ്ടുവരുന്നത്. പ്രത്യേകിച്ചൊന്നുമല്ല, നമ്മളുടെ ഗുഡ്സൊക്കെ അല്ലേ ലൈക്ക് ഒരു വാൻ അല്ലെങ്കിൽ ഒരു ട്രാൻസ്പോർട്ടേഷനിലോട്ട് കയറണം എന്ന് പറയുന്ന ആ ഒരു ഫസ്റ്റ് കൺസെപ്റ്റ്, ദാറ്റ് ഈസ് ദിസ് വുഡ് ഹാവ് ബീൻ ദി ഫസ്റ്റ് കൺസെപ്റ്റ് ഓഫ് എ മാൻ ഇൻ എ വാൻ ആസ് ആൻ ഇൻഡിവിജ്വൽ കമ്പനി ട്രാൻസ്പോർട്ട് അതർ കമ്പനീസ് ഗുഡ്സ് ഇൻ ദെയർ വെഹിക്കിൾസ്. ഇപ്പോൾ നമ്മുടേതായിട്ടുള്ളൊരു ഇൻഡിവിജ്വൽ കമ്പനിയുടെ പ്രൊഡക്റ്റ് ഓക്കെ അത് വേറൊരു കമ്പനി, വേറെ ആരോ റൺ ചെയ്യുന്ന ഒരു മാൻ പവറായിട്ട് റൺ ചെയ്യുന്ന ഒരു കമ്പനി അവരുടെ ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം യൂസ് ചെയ്ത് എത്തിച്ചു കൊടുക്കുന്നു. അപ്പോൾ അതിന് നമ്മൾ 2PL എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെയാണ് നമ്മളുടെ ഈ പറയുന്ന ബാക്കി നമ്മളെ ഒരു ട്രാൻസ്പോർട്ടേഷൻ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് വരുന്ന കാര്യങ്ങളെല്ലാം ഇവിടെയാണ് വർക്കൗട്ട് ആവുന്നത്. പിന്നെ